ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് അർജന്റീനയിൽ വെച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ സാന്റോസിന് വേണ്ടി ഒരു മത്സരം കളിച്ചിരുന്നു. മോശമല്ലാത്ത രൂപത്തിൽ ആ മത്സരത്തിൽ നെയ്മർ കളിച്ചിട്ടുണ്ട്. മാത്രമല്ല അർജന്റീനയിലെ ആരാധകരിൽ നിന്നും വലിയ വരവേൽപ്പും സ്നേഹവുമാണ് നെയ്മർക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ മത്സര ശേഷം നെയ്മറോട് അർജന്റീൻ മാധ്യമങ്ങൾ വേൾഡ് കപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ മെസ്സിയെ കുറിച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ വിധിയുണ്ടെങ്കിൽ വരുന്ന വേൾഡ് കപ്പിൽ താൻ ഉണ്ടാകും എന്നാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല വേൾഡ് കപ്പ് ഫൈനലിൽ അർജന്റീനയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുകയാണെങ്കിൽ അത് വളരെയധികം മനോഹരമായ ഒരു കാര്യമായിരിക്കും എന്നുകൂടി നെയ്മർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്ന ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങൾ വേൾഡ് കപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അതിനുള്ള മറുപടി: തീർച്ചയായും ഞാൻ വേൾഡ് കപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എല്ലാ താരങ്ങളുടെയും ആഗ്രഹം വേൾഡ് കപ്പിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ വിധി ഉണ്ടെങ്കിൽ ഞാനും വേൾഡ് കപ്പിൽ ഉണ്ടാകും. ഇതാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം: മെസ്സിക്കെതിരെ കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയുണ്ട്? അതിന്റെ മറുപടി ഇങ്ങനെയാണ്: തീർച്ചയായും അതൊക്കെ ആഗ്രഹമുള്ള കാര്യങ്ങൾ തന്നെയാണ്. വേൾഡ് കപ്പ് ഫൈനലിൽ ബ്രസീലും അർജന്റീനയും തമ്മിൽ വന്നാൽ അത് മനോഹരമായിരിക്കും. ഇതാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് അടുത്ത വേൾഡ് കപ്പ് തന്നെയാണ് നെയ്മറുടെ ലക്ഷ്യം. ദൈവത്തിന്റെ വിധി ഉണ്ടെങ്കിൽ വേൾഡ് കപ്പിൽ താൻ ഉണ്ടാകും എന്നാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല മെസ്സിക്കെതിരെ വേൾഡ് കപ്പിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൂടി അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അടുത്ത മാസം 18-ാം തീയതിയാണ് കാർലോ ആഞ്ചലോട്ടി വേൾഡ് കപ്പ് ടീം പ്രഖ്യാപിക്കുക. അതിൽ ഇടം നേടാൻ നെയ്മർക്ക് കഴിയും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തുടർച്ചയായി മത്സരങ്ങൾ മുഴുവൻ സമയവും കളിക്കാൻ നെയ്മർക്ക് കഴിയുന്നു. അത് അദ്ദേഹം ഫിറ്റ്നസ് വീണ്ടെടുത്തതിന്റെ ഒരു സൂചനയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.